وللتمست غنى الدارين من يده إلا استلمت الندى من خير مستلم. വലൽതമസ്തു ഞാൻ തേടിയപ്പോഴെല്ലാം ഗിനദ്ദാറൈനി രണ്ട് ലോകത്തിന്റെയും ഐശ്വര്യങ്ങളെ, ഈ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഐശ്വര്യങ്ങളെ ഞാൻ തേടിയപ്പോഴെല്ലാം മിൻ യദിഹി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇല്ലസ്തലം തുന്നത ഔദാര്യം എനിക്ക് ലഭിക്കാതിരുന്നിട്ടില്ല മിൻ ഖൈരി മുസ്തലമി ഔദാര്യം നൽകുന്ന ഏറ്റവും നല്ല വ്യക്തിയായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എനിക്ക് ഔദാര്യം ലഭിക്കാതിരുന്നിട്ടില്ല. ദുനിയാവിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് കിഫായത്താണ്, അല്ലാഹു തആല നമുക്ക് നൽകിയതുകൊണ്ട് സംതൃപ്തി അടയാനുള്ള മനസ്സാണ്. ആഖിറത്തിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് സലാമത്താണ്, ആഖിറത്തിന്റെ മുഴുവൻ അദാബുകളിൽ നിന്നുമുള്ള സംരക്ഷണമാണ്. അപ്പൊ ദുനിയാവിൽ ഒരാൾക്ക് ഈ പറയുന്ന കിഫായത്ത്, ദുനിയാവിന്റെ ഐശ്വര്യം ലഭിച്ചിട്ടുണ്ട് എന്ന അനുഭവം കൊണ്ടൊരു പക്ഷേ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ആഖിറത്തിൽ ഈ പറയുന്ന സലാമത്ത് അവിടെ എത്തിയാലല്ലേ പറയാൻ പറ്റൂ. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇമാം ബൂസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇപ്പൊ തന്നെ അത് കിട്ടിയെന്ന് പറഞ്ഞത്? അത് ഈമാനിൽ നിന്ന് വരുന്ന ഒരു ഉറപ്പാണ്, ഒരു മുഅ്മിനിനുണ്ടാകുന്ന പ്രതീക്ഷയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ ദുനിയാവിൽ ബന്ധം പുലർത്തിയതുകൊണ്ട് നാളെ ആഖിറത്തിൽ അവിടുന്ന് കൈവടിയില്ല എന്നുള്ള ഒരു മുഅ്മിനിന്റെ ഉറപ്പാണ്. ആ ഉറപ്പിൽ നിന്നാണ് ഇമാം ബൂസീർ റഹ്മത്തുള്ളാഹി അലൈഹി രണ്ട് ലോകത്തുമുള്ള ഐശ്വര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെ കിട്ടി എന്ന് തന്നെ പറഞ്ഞത്.